ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ അണ്ടർ സ്റ്റെയർ കേസ് ഒന്ന് മേക്ക് ഓവർ ചെയ്താലോ വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ മേക്ക് ഓവർ ചെയ്യാൻ വിചാരിച്ച സമയത്ത് എൻ്റെ മനസ്സിലോടി വന്നത് പെബിൾസ് ആയിരുന്നു. അപ്പോൾ പെബിൾസ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുന്നുള്ളൊരു ഉണ്ടായിരുന്നു മനസ്സിൽ. കാരണം എന്താ വെച്ചാൽ ചെറിയ മക്കളുള്ള വീട്ടിൽ അതെന്തായാലും നടക്കൂല. കുട്ടികൾ അതെടുത്തിട്ട് എറിഞ്ഞു കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ടേബിൾ പൊട്ടണ ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടാവും. ടേബിൾ ഉണ്ടാവും, കണ്ണാടി ഉണ്ടാവും, ടി വി ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ എറിഞ്ഞ് കളിക്കാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും നടക്കില്ല, പിന്നെ എന്താ അവിടെ ചെയ്യാന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അതാകുമ്പോൾ പിന്നെ എന്ത് കാണിച്ചാലും പ്രശ്നമില്ല. പിന്നെ അതെടുത്ത് ആ മാറ്റെടുത്ത് നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക, അവിടെ വൃത്തിയാക്കാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവിടേക്ക് വാങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഏകദേശം ടോട്ടൽ ബജറ്റ് വന്നത് 3000 രൂപയോളം വന്നു കേട്ടോ, ഈ ഗ്രാസിന് മാത്രം. അപ്പോൾ ഞങ്ങളത് എന്തായാലും അവിടെ ഫിക്സ് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ അവിടെയുള്ള ജനലും കാര്യങ്ങളും എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു, ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ അവിടെ ഫിക്സ് ചെയ്യാൻ പോണത്. എല്ലാം തോത്തിയൊന്ന് വൃത്തിയാക്കണ്ട, കാണുമ്പോൾ ഒരു വൃത്തിയൊക്കെ വേണ്ട. പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നീറ്റായിട്ട് ഇരിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അവിടെ ജനലും കാര്യങ്ങളെല്ലാം തുടച്ച് ഒക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാനിത് വിരിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ഈ കുഴിയിൽ ആദ്യം വിചാരിച്ചത് ഗ്രാസോ പെബിൾസോ ഒന്നല്ലായിരുന്നു. നമുക്ക് കുട്ടികൾക്ക് ഒരു രസമല്ലേ, അപ്പോൾ മീൻ അങ്ങനെയൊക്കെ ഇടാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തത്. പിന്നെ അത് ചെയ്ത് അങ്ങനെ കുഴിയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് വിചാരിച്ചു. നമ്മൾ വീട് ഫില്ലർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ കിനിവോ കാര്യങ്ങളോ നമ്മളത് 3 ഫ്ലോറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഉണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. താഴെ ഒരു ഫില്ലറായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ കിനിവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ വിചാരിച്ചിട്ട് ഞങ്ങളത് ഒഴിവാക്കി. പിന്നെ അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ വിരിച്ചു. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. മിക്ക വീടുകളിലും അണ്ടർ സ്റ്റെയർ കേസിൻ്റെ താഴെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ വെറുതെ നോർമലായിട്ട് ഇട്ടിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി, അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം ഇഷ്ടപ്പെട്ടു. മിക്ക ആൾക്കാരും അവിടെ ഇങ്ങനെ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഫാബ്രിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും ബജറ്റ് വരും. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ ചെയ്യായിരിക്കും ബെറ്റർ, അങ്ങനെ ചെയ്തതാണത്. മൾട്ടിവുഡിൽ ചെയ്യുകയാണെങ്കിലും ഇതിലേറെ കോസ്റ്റ് വരും. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യാൻ. ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് എനിക്ക് നമ്മളെ വീട് ഇരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നത് ഒരു 1600 രൂപ ആ റേഞ്ചിലുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് മോൻ്റെ ഒരു സ്റ്റൂളാണ്, ഐക്കേൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടത്. മോൻ്റെ സ്റ്റൂളാണ്. അപ്പോൾ മോൻ ഇതുമ്മേ ഇരിക്കുമ്പം ടൈൽസിൽ വെക്കുമ്പോൾ വഴുക്കിയിട്ട് തലടിച്ച് വീഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ഇങ്ങനെ കിടക്കല്ലേ, അപ്പോൾ എനിക്കൊരു പ്ലാന്റ് വെക്കാനൊരു സ്റ്റാൻഡായിട്ട് ഞാൻ യൂസ് ആക്കിയതാണ്. അപ്പം ഇത് ഒറിജിനൽ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോനിത് തലടിച്ച് വീഴുമ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെറുതെ മൂലക്കിൽ ഇങ്ങനെ കിടന്നപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ ഇതൊരു പ്ലാന്റ് വെക്കണൊരു സ്റ്റാൻഡ് ആക്കിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുകയാണ്. ഇത് ഒറിജിനൽ പ്ലാന്റാണ്. ഇവിടെ ഇങ്ങനെ കുറഞ്ഞൊരു സൂര്യപ്രകാശം ഈ ഭാഗത്തേക്ക് കിട്ടും. ആദ്യം ഇതിൻ്റെ മുമ്പ് ഞാൻ കുറേ പ്ലാന്റൊക്കെ വെച്ചിരുന്നു, അപ്പോൾ അതൊന്നും അവിടെ നിൽക്കണില്ല. ഈ നടുവിൽ വെക്കുന്നത് പിന്നെയും കുഴപ്പമില്ലാതെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി പറയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത് കേട്ടോ.